വൻകിടക്കാരുടെ കുതിപ്പിൽ തളർന്ന കുന്നംകുളത്തെ നോട്ട്ബുക്ക് വ്യവസായം. അച്ചടിയിലൂടെയും പുസ്തകക്കെട്ടുകളിലൂടെയും വാണിജ്യ നഗരമെന്ന ഖ്യാതി നേടിയ കുന്നംകുളത്തിന് ഇന്ന് ആ പ്രതാപം നഷ്ടമാവുകയാണ്. സിനിമാ താരങ്ങളുടെ ചിത്രങ്ങൾ പതിച്ച വർണ്ണാഭമായ ചട്ടകളുള്ള കുന്നംകുളം പുസ്തകങ്ങൾ ഒരു കാലത്ത് വിദ്യാർത്ഥികൾക്ക് ഹരമായിരുന്നു. യന്ത്രങ്ങൾ പരിമിതമായിരുന്ന കാലത്ത് ഓരോ ബൈൻഡിംഗ് യൂണിറ്റും നൂറുകണക്കിന് കുടുംബങ്ങളുടെ അന്നമായിരുന്നു. പേപ്പർ മടക്കാനും തുന്നാനും ഒട്ടിക്കാനുമായി ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഈ മേഖലയിൽ ജോലി ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് ചിത്രം മാറി. 243 യൂണിറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് കഷ്ടിച്ച് 25 മാത്രമാണ് അവശേഷിക്കുന്നത്. ക്ലാസ്മേറ്റ്, ക്യാമൽ തുടങ്ങിയ വൻകിട കോർപ്പറേറ്റ് കമ്പനികളുടെ വരവോടെയാണ് കുന്നംകുളത്തെ ചെറുകിട യൂണിറ്റുകൾ പ്രതിസന്ധിയിലായത്. ആധുനിക യന്ത്രസാമഗ്രികളുടെ സഹായത്തോടെ വലിയ തോതിൽ ഉൽപാദനം നടത്തുന്ന ഈ കമ്പനികളോട് മത്സരിക്കാൻ പഴയ രീതിയിലുള്ള ബൈൻഡിംഗ് യൂണിറ്റുകൾക്ക് സാധിക്കുന്നില്ല. വേനലവധിക്കാലത്ത് മാത്രം ലഭിക്കുന്ന ഓർഡറുകൾ കൊണ്ട് വർഷം മുഴുവൻ അതിജീവിക്കാനാവില്ലെന്ന തിരിച്ചറിവിൽ ഭൂരിഭാഗം തൊഴിലാളികളും മറ്റ് മേഖലകളിലേക്ക് ചേക്കേറി. അസംസ്കൃത വസ്തുക്കളുടെ വിലവർദ്ധനവും വ്യാപാരികളുടെ ലാഭക്കൊതിയും നിർമ്മാതാക്കളെ കൂടുതൽ തളർത്തി. 1 കിലോ പേപ്പറിന് 90 രൂപ നൽകി പുസ്തകം നിർമ്മിക്കുമ്പോൾ ഒരു പുസ്തകത്തിന് 23 മുതൽ 28 രൂപ വരെ മാത്രമാണ് നിർമ്മാതാക്കൾക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇതേ പുസ്തകം വിപണിയിൽ 70 രൂപയ്ക്കാണ് വിൽക്കുന്നത്. വൻകിട കമ്പനികളുടെ പുസ്തകങ്ങൾക്ക് 6 മുതൽ 15 രൂപ വരെ വില കൂടുതലായി ഉണ്ടായിട്ടും ലഭ്യതയുടെ പേര് പറഞ്ഞ് കച്ചവടക്കാർ പ്രാദേശിക നിർമ്മാതാക്കളെ ചൂഷണം ചെയ്യുകയാണ്. ലാഭത്തിന്റെ സിംഹഭാഗവും ഇടനിലക്കാരും വിപണന കേന്ദ്രങ്ങളും കൊണ്ടുപോകും. സ്വന്തമായി വിപണന കേന്ദ്രങ്ങൾ ആരംഭിച്ചും കിലോ കണക്കിന് പുസ്തകങ്ങൾ വിറ്റും വിപണിയിൽ പിടിച്ചു നിൽക്കാൻ ചിലർ ശ്രമിച്ചെങ്കിലും പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായില്ല. നിലവിൽ പ്രൈമറി, കോളേജ് തലങ്ങളിലേക്ക് 3 അളവുകളിലുള്ള പുസ്തകങ്ങളാണ് പുറത്തിറക്കുന്നത്. ഇതിൽ ചെറിയ പുസ്തകങ്ങളിൽ നിന്നുള്ള ലാഭം തീരെ ഇല്ലാതായതോടെ അവയുടെ നിർമ്മാണം ഉടൻ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ഉടമകൾ. കുന്നംകുളത്തിന്റെ ഈ തനത് വ്യവസായത്തെ സംരക്ഷിക്കാൻ നഗരസഭയും AC മൊയ്തീൻ MLAയും ചേർന്ന് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. പൈതൃക ഗ്രാമം പോലുള്ള പദ്ധതികളിലൂടെ മേഖലയെ സംരക്ഷിക്കാനാണ് നീക്കം. ചിതറിക്കിടക്കുന്ന ചെറുകിട യൂണിറ്റുകളെ ഏകോപിപ്പിച്ച് ആധുനിക വിപണന രീതികളുമായി ബന്ധിപ്പിക്കാൻ സാധിച്ചാൽ മാത്രമേ കുന്നംകുളത്തിന്റെ അക്ഷരപ്പെരുമ ഭാവിയിലേക്കും നിലനിർത്താൻ സാധിക്കൂ.